ഞാൻ രാജലക്ഷ്മി പിള്ളൈ കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC 132ന്റെ രണ്ടാമത്തെ യൂണിറ്റായ മാർക്സിസ്റ്റിന്റെ അപ്രോച്ച്. മാർക്സിസ്റ്റ് അപ്രോച്ച് പൊളിറ്റിക്കൽ സയൻസിൽ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു അതിനെ പറ്റിയും, അതുകൂടാണ്ട് യൂണിറ്റ് 3 ഗാന്ധിയൻ അപ്രോച്ചിനെ പറ്റി. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ ലെസൺ യൂണിറ്റിൽ നമ്മൾ ലിബറൽ അപ്രോച്ചിനെ പറ്റിയാണ് പരാമർശിച്ചത്. ഇന്ന് മാർക്സിസ്റ്റും ഗാന്ധിയൻ അപ്രോച്ചും. അപ്പൊ 3 അപ്രോച്ചുകളാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതില് ഈ മാർക്സിസ്റ്റ് അപ്രോച്ചിൽ വരുമ്പോ, മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു സ്റ്റഡിയാണ്, അതായത് സൊസൈറ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി. അത് ആരാണ്? കാറൽ മാർക്സിന്റെ ഇൻഫ്ലുവൻസിലാണ് ഈ മാർക്സിസം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ അപ്രോച്ച് തന്നെ വരുന്നത്. അപ്പോൾ 1980 സോവിയറ്റ് യൂണിയൻ, അതായത് USSR ഡിസിൻറ്റഗ്രേറ്റ് ആവുന്നു, വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ആണ് ഈ പുതിയതായിട്ടുള്ള നോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് വേൾഡിന്റെ പല ഭാഗത്തും ഉണ്ടാകുകയും, അങ്ങനെ വരുമ്പോൾ അവിടെ ഈ പല ഭാഗത്തും നോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ് ഉത്ഭവിക്കുന്ന സമയത്ത് ഇതിൽ മാർക്സിസ്റ്റിന്റെ പോളിസികൾ അല്ലെങ്കിൽ ആ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് എത്രത്തോളം റെലവൻസ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ആണെങ്കിൽ മാർക്സിസ്റ്റ് ഒരു ഫിലോസഫി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, സിദ്ധാന്തമായിട്ട് വേൾഡിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സിദ്ധാന്തമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ അതിനെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ അതിന്റെ വീക്ഷണം, ഏത് വിധത്തിൽ സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടായി, അത് എങ്ങനെയാണ് എവല്യൂഷണറി ചേഞ്ചസ് വന്നെന്നുള്ള ലെവലിലും എടുക്കാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ മാർക്സിസം എന്നുള്ളത് ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണം മാത്രം. എന്തിനു വേണ്ടിയിട്ടുള്ള? ഒരു പൊളിറ്റിക്സിനും പൊളിറ്റിക്കൽ ചേഞ്ചസിനും, അതായത് രാഷ്ട്രീയ ചേഞ്ചസിനും, അതിനെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഏതേത് സൊസൈറ്റിയിൽ വന്നു എന്നുള്ളത് അതിനെപ്പറ്റി പരാമർശിക്കുന്നതാണ് ഈ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിൻ അപ്രോച്ച്, അതിന്റെ പെർസ്പെക്റ്റീവ് എന്ന് നമുക്ക് വേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ മാർക്സിസ്റ്റ് അപ്രോച്ചിന്റെ അർത്ഥം എന്താണ്? ഈ അർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഇതിന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ബേസിക് ആയിട്ട്, അതായത് വാടക ടെനൻസ് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ എടുക്കാന്ന് വെച്ചാല്, ചേഞ്ച് സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ച് എങ്ങനെ വന്നു, അതിൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരുന്നു? ഡയലക്ടൽ മെറ്റീരിയലിസം ആണോ, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണോ? എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് സ്ട്രഗിൾ എന്ന് വെച്ചാൽ പുവർ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, ഇതിലെങ്ങനെ വന്നു? ഈ ക്ലാസ് സ്ട്രഗിൾ എങ്ങനെ വന്നു? ക്ലാസ് സ്ട്രഗിളിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആര് നടത്തി, അല്ലെങ്കിൽ ആരാണ് അവരെ ക്ലാസ്സിനെ, ലോവർ ക്ലാസ്സുകാരെ അല്ലെങ്കിൽ ലേബറേഴ്സിനെ ചൂഷണം ചെയ്തത്? ഇതൊക്കെ ഡയലക്ടൽ മെറ്റീരിയൽസിലെ ഒരു ക്ലാസസ് എന്ന് പറയുന്നത് ഒരു ഘടകമാണ്, സൊസൈറ്റിയിലെ ഒരു ഘടകമാണ്. അപ്പൊ ഈ ക്ലാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ റിലേഷൻ, അതായത് ഓരോ ക്ലാസ്സും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ എങ്ങനെയാണ് ക്ലാസ് വരുന്നത്? ഒരു പ്രൊഡക്ഷൻ, ഒരു സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് എങ്ങനെ വരുന്ന വെച്ചാൽ പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നു, പ്രൊഡക്ഷന്റെ ഫോഴ്സസ് എന്തൊക്കെയായിരുന്നു, ആ പ്രൊഡക്ഷൻ ഫോഴ്സസിനെ എല്ലാം കൂടെ ടോട്ടലായിട്ട് നമ്മൾ പറയുന്നത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. ടുഗദർ, അതായത് എല്ലാ ഫോഴ്സ് ഉപയോഗിക്കുന്നതും സോഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ടുഗദർ. അപ്പോ ഈ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഉത്ഭവത്തിൽ ഏത് ക്ലാസസ് ഉത്ഭവിക്കുന്നു, ഏത് തരത്തിലുള്ള ധാതുക്കൾ ഉപയോഗിക്കുന്നു, ഏത് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിക്കുന്നു, ഉണ്ടാകരിച്ചെടുക്കാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു, ഇതാണ് ഇവിടെ പരാമർശിച്ചു പോകുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷൻ പാറ്റേണിൽ നോക്കുമ്പോൾ ഉടമസ്ഥനാരായിരിക്കും? മീൻസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലാൻഡ് വേണം, ഇൻഡസ്ട്രീസ്, ഇതൊക്കെ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ്. സ്ഥലം, കർഷകനായാൽ കാർഷിക വിഭവമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ലാൻഡ് വേണം. ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇപ്പൊ കോട്ടൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോൾ ഇൻഡസ്ട്രി, അപ്പൊ അതിൻ്റെതായ റിസോഴ്സസ് വേണം. ഇത് എങ്ങനെ ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്നു? അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ വർക്കിംഗ് പാറ്റേൺസ്, ആൾക്കാരുടെ വർക്കിംഗ് പാറ്റേൺസും ലേബർ, അതായത് ലേബർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പണിയെടുക്കുന്നവർ എന്നുള്ള അർത്ഥം. പാടത്ത് പണിയെടുക്കുന്നവൻ കർഷകൻ, ഫാക്ടറിയിൽ പണിയെടുക്കുന്നവൻ ലേബർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ലേബറിനെ വെച്ച് ഏതൊക്കെ പ്രൊഡക്ഷൻസ് അവർ ഉണ്ടാക്കുന്നു, ആ പ്രൊഡക്ഷനിൽ കൂടെ
ചേഞ്ച്, സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ച് എന്തായിരിക്കും, ആ ചേഞ്ചിൽ കൂടെ സൊസൈറ്റിയിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ചേഞ്ച് എന്തായിരിക്കും, അവരുടെ ജീവിതചര്യം എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഈ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുന്നത്. കൂടുതലായിട്ട് നോക്കുന്നത് ഒരു ക്ലാസും അതേമാതിരി ആ രാജ്യത്തിലെ സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ചസ്, അത് സ്റ്റേറ്റ് ആയിരിക്കാം, കൾച്ചർ ആയിരിക്കാം, റിലീജിയൻ ആയിരിക്കാം, ഇതിനെയൊക്കെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയാ. ആദ്യത്തത് ക്ലാസ് ആണ്. അപ്പോ ഇവിടെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് 2 ഗ്രൂപ്പ് ഉണ്ട്. മാർക്സിസ്റ്റ് അപ്രോച്ചിൽ തന്നെ 2 ഗ്രൂപ്പായിട്ടാണ് അത് നമ്മളെ കാണുന്നത്. ആദ്യത്തത് നമുക്കുമ്പോൾ സൂപ്പർ സ്ട്രക്ചർ അല്ല, ബേസ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ്? ഈ ബേസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നോൺ ക്ലാസ് ആസ്പെക്ട്സ് ആണ്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയാൻ പറ്റുമ്പോൾ ഫോർമറായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയാം. അപ്പോ രണ്ടാമത്തത് മെക്കാനിക്കൽ മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ നിയോ മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നു. കാരണം നിയോ മാർക്സിസ്റ്റ് അപ്രോച്ചസ് ആൾക്കാര് സ്വന്തമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെ നോക്കുന്നതിനാണ് നിയോ മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയാം. മാർക്സിസ്റ്റ് അപ്രോച്ചിൽ ഇന്റേണൽ പൊളിറ്റിക്സ്, നാട്ടിലുള്ള ഇന്റേണൽ പൊളിറ്റിക്സ്, ആ രാജ്യത്തുള്ള പൊളിറ്റിക്സിനെ പറ്റി പരാമർശിക്കുകയും എതിനുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു, ഇന്റർനാഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് താരതമ്യപ്പെടുത്തുന്നു മാർക്സിസ്റ്റ് അപ്രോച്ചിൽ. ഇത് മാത്രമല്ല, ഇവിടെ ഒരു അനാലിസിസ് നടക്കുന്നുണ്ട്. ഓരോ റിലേഷൻ, നാഷണൽ പൊളിറ്റിക്സും ഇമ്പീരിയലിസവും അല്ലെങ്കിൽ അടിമത്തത്വത്തിന്റെയും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെയും അല്ലെങ്കിൽ എങ്ങനെയാ വന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. അതേമാതിരി ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും ലോകം മുഴുവൻ എന്നുള്ളതാണ് അർത്ഥം. അതായത് വേൾഡ് ബാങ്ക് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻ ആണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന വേൾഡ് ബാങ്ക്. അതേമാതിരി തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതും എല്ലാ രാജ്യങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിനെപ്പറ്റിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഇനി ഇവിടെ ഇന്ത്യൻ സിനാരിയോയില്, ഇന്ത്യൻ പൊളിറ്റിക്സില് നമ്മള് മാർക്സിസ്റ്റ് അപ്രോച്ചിനെ പറ്റി ഏത് വിധത്തിൽ കൊണ്ടുവരുന്നു, അതാണ് അടുത്ത ഒരു നമ്മൾ കൂടുതൽ ദീർഘമായിട്ട് വീക്ഷിക്കേണ്ടത്. അതിനാണ് ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി 2 മാർക്സിസ്റ്റ് അപ്രോച്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ക്ലാസിക്കൽ, ഒന്ന് നിയോ മാർക്സിസ്റ്റ്. ഇത് രണ്ടിനെയും ഇന്ത്യൻ പൊളിറ്റിക്സിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് അപ്രോച്ച് വഴി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, പൊളിറ്റിക്കൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു പ്രൊഫഷണൽ അക്കാഡമിക്സ് മാതിരി എടുക്കുകയും അതിനെ മാർക്സിസ്റ്റ് പോളിസി അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തങ്ങളെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഉപയോഗിക്കുകയും പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ലിബറൽ അപ്രോച്ചിനെ പറ്റി യൂണിറ്റ് 1. ഇപ്പൊ ഇവിടെ മാർക്സിസ്റ്റ് അപ്രോച്ചിൽ കമ്പാരിസൺ എടുക്കുമ്പോൾ ലിബറൽ അപ്രോച്ചസ് അതിന്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും ഇതിൽ നിന്നും എടുത്തിട്ടാണ് ഈ പ്രിൻസിപ്പൽ ആയിട്ടുള്ള കൺസേൺ മാർക്സിസ്റ്റ് അപ്രോച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലാസ് റിലേഷൻ വെച്ചാൽ ഓരോ ക്ലാസിന്റെയും പരസ്പരമായിട്ടുള്ള റിലേഷൻഷിപ്പ്. പിന്നെ റോൾ ഓഫ് ദ സ്റ്റേറ്റിന്റെ, അതായത് ആ രാഷ്ട്രത്തിന്റെ ഘടകം, രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ എന്താണ്, പ്രിൻസിപ്പൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ അപ്രോച്ചിൽ ചേഞ്ചസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ കണ്ടിട്ടുള്ളത്. പിന്നെ കൂടാണ്ട് ഓരോ വിധത്തിലുള്ള മൂവ്മെന്റ്സ്, ഓരോ സമയത്ത് നടക്കുന്ന വർക്കുകൾ, മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് നടക്കുന്ന ഒരു വർക്കുകൾ, അത് കർഷകനായാലും കൊള്ളാം, പെസന്റ് ആയാലും കൊള്ളാം, വർക്കിംഗ് ക്ലാസ് ആയ ലേബർ ഗ്രൂപ്പ്, ഫാക്ടറി ലേബറേഴ്സ് ആയാലും കൊള്ളാം, അവരുടെ കാര്യങ്ങൾ, അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയായിരുന്നു നോക്കുന്നു. അതേമാതിരി തന്നെ ഓരോരുത്തരുടെയും റോൾ എന്ന് വെച്ചാൽ അവരുടേതായ ഓരോ വ്യക്തിത്വം, അവരുടെ നേച്ചർ, ഏത് വിധത്തിലാണോ ആ റിലേഷൻഷിപ്പിനെ
സ്റ്റേറ്റുമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനമായിട്ടും പലതരത്തിലുള്ള ക്ലാസ്സുമായിട്ടും അത് എങ്ങനെ കൊണ്ടുപോകുന്നു ഇത് നോക്കും. അപ്പൊ ഇവിടെ ഓരോ അക്കാഡമിക്സിനെയും മാർക്സിസ്റ്റ് അപ്രോച്ചിനെ നമ്മൾ ഒരു ഡിസപ്ലിൻ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ ഒരു ഭാഗമായിട്ട് ഉൾക്കൊണ്ടാണ് പോകുന്നത്. 1980 ഒരു പുതിയതായിട്ടുള്ള ന്യൂ സ്ട്രാൻഡ് നിയോ മാർക്സിസ്റ്റ് അപ്രോച്ച് വരുന്നു. അത് ആഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിയൻ രഞ്ജിത്ത് ഗുഹ ആണ്. കാരണം ഇതിനെ പറയുന്നത് ഒരു ബുക്സ് എഴുതുന്നുണ്ട് ഗ്രാൻസി, ഇതിൽ സുബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയും. സുബാൾട്ടൻ സ്റ്റഡീസ് എന്ന് വെച്ചാൽ എന്താണ് അതെന്ന് മനസ്സിലാക്കണം ആദ്യം. സുബാൾട്ടൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാര്, അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരനായവർ അവനവന്റെ ബുദ്ധി വെച്ച് അവനവന്റെ കോൺഷ്യസ്നെസ് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാം. അവര് ഡിസിഷനൊക്കെ അവർ തന്നെത്താനെ എടുക്കും. പുറത്തുനിന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ട് ഒരു ആക്ഷനും അല്ലെങ്കിൽ ഒരു ഡിസിഷനും എടുക്കുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല. അതിനെയാണ് മാർക്സിസ്റ്റ് പറയുമ്പോഴത്തേക്കും ഈ മാർക്സിസ്റ്റ് സ്കോളേഴ്സിന്റെ ഫോളോ ചെയ്യുമ്പോൾ അതിന് അവര് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയും. ഇപ്പോ ഈ ക്ലാസിക്കൽ അപ്രോച്ചും ക്രിട്ടിസൈസ് ചെയ്തിട്ട് സുബോട്ടൻ അപ്രോച്ചിനെയാണ് നമ്മൾ നോൺ മാർക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് അല്ലാത്ത ഒരു അപ്രോച്ച്. അതായത് നമ്മൾ സ്വയം, എല്ലാ മനുഷ്യരും സ്വയമേ ആലോചിച്ച് ഏത് ശരിയെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി അതിനെ സ്വന്തം സിദ്ധാന്തത്തിനെ കൊണ്ടുവരുന്നു. അതാണ് അവിടെ സുബോട്ടൻ ഇൻട്രസ്റ്റ്. ഇനി ക്ലാസ് റിലേഷൻ എന്താന്ന് പറയാം. ഈ ക്ലാസ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഓരോ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലും വീക്ഷണത്തിലും അതിൻ്റെതായ സ്റ്റഡി വരുന്നുണ്ട്. ക്ലാസും സോഷ്യൽ റിലേഷൻസും പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്നതാണ്. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതായത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങള്, പാറ്റേൺ ഓഫ് വർക്ക് എങ്ങനെ, ഇത് ഏത് വിധത്തിൽ ഏത് പാറ്റേണിൽ കൂടെ കൊണ്ടുവന്നിട്ട് വേണം ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ. ശരി, പ്രൊഡക്ഷൻ കഴിഞ്ഞു, പിന്നെ അതിനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം, എല്ലാവർക്കും വിഭജിച്ച് കൊടുക്കണം. അത് ലാൻഡ് ആയാലും ശരി, ലാൻഡിൽ നിന്ന് നിലമായാലും ശരി, നിലത്തിൽ നിന്ന് വരുന്ന നാച്ചുറൽ റിസോഴ്സസ് ആയാലും ശരി, ടെക്നോളജി ആയാലും ശരി, എന്ത് ഇൻപുട്സ് ആണ് നമ്മൾ ഇടുന്നത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് നമ്മൾ ഇതിനെ പ്രോസസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യാന്, അത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ആരാണ്? ലേബർ ആണ്. അപ്പൊ ലേബറിന്റെ മീൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, വേജസ് എത്ര, ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ കൂലി എന്തായിരിക്കും. ഇനി എക്കോണമി നോക്കുമ്പോൾ മൂന്ന് ബ്രോഡ് ആയിട്ടുള്ള 3 സെക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് നിലം, അഗ്രികൾച്ചർ ലാൻഡ്, അതായത് ആ ലാൻഡിന്ന് കൃഷി ചെയ്യാനുള്ള ലാൻഡോട് കൂടിയത്. അതിൽ ലാൻഡ് മാത്രമല്ല നാച്ചുറൽ റിസോഴ്സസ് വരുന്നുണ്ട്, ഫോറസ്റ്റ് വരുന്നുണ്ട്, എന്തൊക്കെ ഇൻഡസ്ട്രി. പിന്നെ രണ്ടാമത്തതായിട്ട് നോക്കുമ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സർവീസ് സെക്ടർ ആണ്. അപ്പൊ സർവീസ് സെക്ടറിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോൾ കോൾ ഇൻഡസ്ട്രി, ഏത് ധാതുക്കളിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതാണ് ഇൻഡസ്ട്രി. കോൾ ഇൻഡസ്ട്രി, അയൺ ഇൻഡസ്ട്രി, കോട്ടൺ ഇൻഡസ്ട്രി, റഫ് ആയ റിസോഴ്സിനെ നമ്മളൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. പിന്നെ മൂന്നാമത്തത് നമുക്ക് പറയാം സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആയിട്ടുള്ളതാണ്. ഫുഡ് ലോസ് ഇക്കോണമി എന്നാണ് എക്കണോമിക്സിൽ പറയുക. കാരണം കൊടുക്കുന്ന സർവീസിനെയാണ് നമ്മൾ സർവീസ് സെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓണർഷിപ്പ് ആരായിരിക്കും ഇതിന്റെ ഉടമസ്ഥന്മാർ? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡ്യൂസ് ചെയ്തതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതേമാതിരി തന്നെ ഡിഫറെന്റ് ക്ലാസസ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇന്ത്യൻ അപ്രോച്ചില്, മാർക്സിസ്റ്റ് അപ്രോച്ചില് ഇതിനെ വളരെ പ്രോമിനന്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ക്ലാസ് ഫോർമേഷനും ക്ലാസ് റിലേഷനും ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്രികൾച്ചറിൽ ചെയ്തു വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ചെയ്തു വരുമ്പോഴത്തേക്കും അവിടെ അപ്രോച്ച് ഏത് വിധത്തിലാണ്? ക്ലാസിക്കൽ മാർക്സിസ്റ്റ് അപ്രോച്ച് ആണോ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ല നോൺ ഇക്കണോമിക് ആസ്പെക്ട് ആണോ എന്നുള്ളതാണ് നോക്കുക. ഇനി ഇവരുടെ സിദ്ധാന്തം, മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൽ അതും അല്ലെങ്കിൽ അവരുടെ വീക്ഷണവും മാർക്സിസ്റ്റ് വീക്ഷണവും അടുത്ത ഇതായിട്ട് വരുന്നത് മാർക്സിസ്റ്റിന്റെ വീക്ഷണവും
ക്ലാസ്സസും, അതായത് ഓരോ ലെവലിലുള്ള ക്ലാസ്സസും റൂറൽ ഏരിയാസിൽ വരുന്നത്, ഇൻസൈഡ് റൂറൽ ഏരിയാസിൽ. അപ്പൊ അവിടെ വരുമ്പോ റൂറൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ വലിയ കൺട്രിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്, ഒന്ന് ലാൻഡ് ഉള്ളവൻ അല്ലെങ്കിൽ കർഷകൻ, കൃഷി ചെയ്യാൻ അവന് സ്വന്തമായ സ്ഥലം ഉള്ളവൻ, അപ്പൊ അവന് ലാൻഡ് ഓണർ എന്ന് പറയും. പിന്നെ അവൻ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത്, പിന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ അവിടെ ആര് വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് ഇവരുടെ റിലേഷൻഷിപ്പ്, ലാൻഡിന്റെ റിസോഴ്സുമായിട്ടും എങ്ങനെ റിലേഷൻ വർക്ക് ചെയ്യുന്നു, സ്വയമേ വർക്ക് ചെയ്യുന്നോ ആളെ വെച്ച് വർക്ക് ചെയ്യുന്നോ. അങ്ങനെ ആളെ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് വേജ് ആണ് അല്ലെങ്കിൽ എന്ത് കൂലിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഉസ്താദ് പട്നായിക് ഒരു പെസന്റ് ക്ലാസ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ അഗ്രികൾച്ചറൽ സെക്ടറിനെ പറ്റിയും ഹരിയാനയിൽ ഉണ്ടായിരുന്ന റിച്ച് ആയിട്ടുള്ള ലാൻഡ് ലോർഡ്സ്, വളരെ വളരെ പണക്കാരായ ലാൻഡ് ലോർഡ്സ്, അത് കൂടാണ്ട് പണക്കാരായ കർഷകര്, പിന്നെ മിഡിൽ ലെവൽ കർഷകര്, പിന്നെ റൂറൽ, അതായത് വളരെ പുവറായ ഫാർമേഴ്സ് അല്ലെങ്കിൽ ലേബറേഴ്സ്, ഇതല്ലെങ്കിൽ കൂലിക്കാര്, കർഷകര്, അതുമല്ലെങ്കിൽ ലാൻഡ് ഇല്ലാത്ത, അതായത് സ്ഥലമില്ലാത്ത കർഷകൻ. അപ്പൊ അങ്ങനെയായിട്ട് തരം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ലാൻഡ് ലെസ് പ്രൊലറ്ററേറ്റ് എന്ന് പറയും. അപ്പൊ ഈ റൂറൽ അല്ലെങ്കിൽ പണക്കാരായ ലാൻഡ് ഉള്ളവരും അവരെല്ലാം വർക്ക് ചെയ്യുന്നത്, അവരെന്താ ചെയ്യുക, അവരെ എൻഗേജ് ചെയ്യും. ജമീന്ദാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജമീന്ദാറിന് ലാൻഡ് ഉണ്ട്, ഒരുപാട് ലാൻഡ് ഉണ്ട്. ജമീന്ദാർ പോയി വർക്ക് ചെയ്യുന്നില്ല, ജമീൻ കാദാർ, ഓണർ ജമീന്ദാർ. അപ്പോ ലേബറേഴ്സിന് കൂലിക്കാരെ വെക്കും. അപ്പൊ കൂലിക്കാരെ വെക്കുമ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന, അതായത് സ്ഥലമില്ലാത്തവരും താഴ്ന്ന ലെവലിൽ ക്ലാസ്സിലുള്ളവരുമായിരിക്കും ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നത്. അവര് സാധാരണക്കാരായിട്ട് ഉള്ളവർ ഇവിടെ ജമീന്ദാറിന്റെ നിലത്തിൽ വന്ന് പണിയെടുത്തിട്ട് അതിനുശേഷം അവർക്ക് പണിയെടുക്കുന്നതിന് കൂലി മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ ഈ റൂറൽ ആയിട്ടുള്ള അവർക്കൊന്നും, ചിലയിടത്ത് പണിക്കാരന് ചെറിയൊരു ലാൻഡ് ഉണ്ടാവും, ആ ലാൻഡിന് അല്ലെങ്കിൽ കുറച്ചായ ലാൻഡ് ഉണ്ടാവും, അത് ഫാമിലിക്കുള്ള കാര്യങ്ങൾ നോക്കിപ്പറാൻ മതിയാവാത്തത് കൊണ്ട് അവര് അടുത്ത ജമീന്ദാറിന്റെ ലാൻഡിൽ പോയിട്ടും വർക്ക് ചെയ്യും. അപ്പൊ അവിടെ ഈ ഐഡന്റിഫിക്കേഷൻ വരുന്നത് ക്ലാസ് ഡിഫറൻസ് വരുന്നുണ്ട്. അതിലാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷനിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്വം ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് കാണാൻ പറ്റും. ക്യാപിറ്റലിസത്തിൽ അല്ലെങ്കിൽ മുതലാളി തൊഴിലാളി എന്നുള്ള ആ ഇത് വളരെ മാർക്സിസ്റ്റ് അപ്രോച്ചിൽ ബ്രോഡായിട്ട് വളരെ വിശാലമായിട്ട് ഇത് പറയുന്നുണ്ട്. മാർക്സിസ്റ്റ് അപ്രോച്ചില് ഫ്യൂഡൽ ലോർഡ് എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് അല്ലെങ്കിൽ ആ ജമീന്ദാറ് ലാൻഡിനെ കൾട്ടിവേഷൻ ചെയ്യാൻ, അതായത് ക്രോപ്പ് ചെയ്യാൻ പല ആൾക്കാരുമായിട്ട്, ടെനന്റുമായിട്ട് ഷെയർ ക്രോപ്പിംഗ് ചെയ്യും. പലരുമായിട്ട് കൂടിച്ചേർന്ന് ഷെയർ ആയിട്ട് ഒരുമിച്ച് കൃഷി ചെയ്യുക. അതേമാതിരി അവിടെ എന്താ നടക്കുക വെച്ചാല് ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ധനം ചൂഷണം ചെയ്യും. നോൺ ഇക്കണോമിക് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഡൊമിനിയൻസ്, അവരുടെ ആധിപത്യം കൂടുന്നു. പിന്നെ ചില ഏരിയയിൽ നോക്കുമ്പോൾ ടെക്നോളജി ഡെവലപ്മെന്റിൽ വരുമ്പോൾ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജി, ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ് ചർക്ക അല്ലെങ്കിൽ കൈത്തറി, അത് ട്രഡീഷണൽ ആണ്, മനുഷ്യൻ വീവ് ചെയ്തെടുക്കുകയാണ്. പക്ഷെ അതേ ചർക്ക തന്നെ, അതേ വർക്കിനെ തന്നെ അത് മാസ് പ്രൊഡക്ഷനിൽ വരുമ്പോ ഫാക്ടറി ആയിട്ട് വരും. അപ്പൊ മാസ് പ്രൊഡക്ഷൻ വരുമ്പോ അവിടെ അത് മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ക്യാപിറ്റലിസം എന്നുള്ള, അവര് ക്യാപിറ്റലിസ്റ്റ്, ആർക്കാണോ ധനം കൂടുതലുള്ളത്, വലിയ വലിയ മിഷനറീസ് മേടിക്കാൻ പറ്റുന്നത്, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അവർ ക്യാപിറ്റലിസ്റ്റ്. അവരുടെ ഇൻകം വെച്ചോ അവരത് ക്യാപിറ്റലിസം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കുറച്ചുകൂടെ ക്ലാസ് ഫോർമേഷൻ ക്രിസ്റ്റലൈസ് വരികയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മാർക്സിസ്റ്റിന്റെ വീക്ഷണത്തിൽ
ഓരോ കാസ്റ്റിനും ഐഡന്റിഫൈ ചെയ്ത് വരുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഇത് ട്രെൻഡിനെ പറ്റി ലാൻഡില് ലോ കാസ്റ്റ് പൊളിറ്റിക്സില്, ഇന്ത്യൻ പൊളിറ്റിക്സില് റൂറൽ ആയിട്ടുള്ള ഈ ഡെവലപ്മെന്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് ക്യാപിറ്റലിസ്റ്റ് വളരെ പുവറായ റൂറൽ വർക്കേഴ്സിനെ അല്ലെങ്കിൽ ലേബറേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കാണുന്നതായി കാണപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൃഷി നിലത്താണ്. അത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കൃഷി നിലങ്ങൾ ഒരുപാടുള്ള പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഫ്യൂഡൽ ലോഡ്സ് അല്ലെങ്കിൽ ഫ്യൂഡലിസവും അതേമാതിരി തന്നെ ബാക്ക്വേർഡായ ബീഹാറും അവിടെ ഈ ക്യാപിറ്റലിസം എക്സസൈസിങ് കൂടുതലായിട്ട് കാണാൻ പറ്റും. കാരണം ഒന്നാമത് അവിടെ ഉള്ളവർക്ക് സ്ഥലമില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല കൃഷി ചെയ്യാൻ. അപ്പൊ ഈ ലാൻഡ് ലോർഡിന്റെ കയ്യിൽ അല്ലെങ്കിൽ ജമീൻ ആർക്കുണ്ടോ അവരുടെ കൃഷിയിടത്ത് ഇവർ പണിയെടുക്കുന്നു. അപ്പൊ പണിയെടുക്കുമ്പോൾ ഒരു കുടിയാന്റെ ലെവല് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വർക്കറിന്റെ ലെവലിലാണ് അവർ പണിയെടുക്കുന്നത്. അപ്പോ ഇവരുടെ ഉടമസ്ഥൻ എന്നുള്ള ലെവലിൽ ക്യാപിറ്റലിസ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് മൂവ്മെന്റ്സ് വരുന്നുണ്ട്. മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓരോ ഗ്രൂപ്പും അവരുടേതായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സിനെ എടുക്കാൻ അല്ലെങ്കിൽ സാധിച്ചെടുക്കാൻ വേണ്ടി അവർ ഗ്രൂപ്പ് ചേരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല് മാർക്സിസ്റ്റ് പോളിസികളില് മാർക്സിസ്റ്റ് സിമ്പതറ്റിക് ആണ്. എപ്പോഴും അവര് ലോവർ ക്ലാസ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കർഷകരോടും ലേബറേഴ്സിനോടും മാർക്സിസത്തിന്റെ അതായത് കമ്മ്യൂണിസം ആണ് അവിടെ. വർക്കിംഗ് ക്ലാസിനോടും പെസൻട്രിയോടും എല്ലാവരോടും അവർക്ക് ഒരു സിമ്പതറ്റിക് ആണ് ഈ മാർക്സിസ്റ്റിന്റെ സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സിദ്ധാന്തത്തിൽ ഇത്രയും ഒരു അവരുടെ കഷ്ടങ്ങൾ അവരെ എങ്ങനെ മാർക്സിസ്റ്റ് വളരെ സിമ്പതറ്റിക് ആയിട്ട് അവര് വളരെ കാര്യമായിട്ട് ഇവരുടെ ചൂഷണം എത്രത്തോളം നിർത്താം, അല്ലെങ്കിൽ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഈ ഫ്യൂഡൽ ലോഡ്സ് ഇവരെ എത്രത്തോളം ചൂഷണം ചെയ്യുന്നു, അത് ഏതൊക്കെ വിധത്തിൽ ചൂഷണം ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ചൂഷണം ചെയ്യാൻ പെട്ടുപോകുന്നത്, ഇതിന്റെയൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അതൊക്കെ ഒന്ന് നിർത്താനും, അതായത് ചൂഷണത്തിനെ നിർത്താനുമാണ് മാർക്സിസ്റ്റിന്റെ പോളിസികളിൽ അപ്രോച്ച് വഴി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ വരുമ്പോ ഓരോ പാർട്ടായിട്ട് എടുത്ത് സ്റ്റഡി ചെയ്തിട്ടാണ് അവർ ഇതിനെ പറ്റി കണ്ടീഷൻസ് നോക്കുന്നത്. കണ്ടീഷൻസ് എന്തൊക്കെയാ? ഏത് ക്ലാസ്സിൽ പെട്ടവരാണ്, ഏത് സോഷ്യൽ റിലേഷൻസിൽ പെട്ടവരാണ്, എന്തുകൊണ്ടാണ് ഇവരുടെ കണ്ടീഷൻസ് ഇംപ്രൂവ് ആവാത്തത്, ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഇങ്ങനെ കളക്റ്റീവായിട്ടുള്ള ആക്ഷൻസ്. കളക്റ്റീവ് എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂട്ടത്തോടെ, അങ്ങനെ കൂട്ടത്തോടെ ആക്ടിവിറ്റീസ് കൊണ്ടുവരുമ്പോഴാണ് അതൊരു മൂവ്മെന്റ്, ഒരു വിപ്ലവം മാതിരി ആയി പോവുക. അപ്പോ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ്? അവർക്ക് ഇതൊക്കെ ഒരു സോഷ്യൽ സയൻസിൽ സെവറൽ സെക്ഷൻസിൽ കൂടി ഇന്ത്യയിലുള്ള സ്റ്റഡി ഇവരെ പറ്റിയുള്ള കർഷകരെ പറ്റിയും ഫാർമേഴ്സിനെ പറ്റിയും പഠിച്ച് അതേമാതിരി ലേബറേഴ്സിന് വർക്കേഴ്സിന് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പഠിച്ച്, അതായത് കൊളോണിയൽ സിസ്റ്റം ഉള്ള സമയത്തും ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കോളനി ആയിട്ടിരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഇതിനെ എങ്ങനെയാണ് ഈ മാർക്സിസ്റ്റ് അപ്രോച്ചിനെ ഇവിടെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ മൂവ്മെന്റ്സ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു കർഷകരും അല്ലാത്തവരും, പെസന്റും ഫാർമറിന് എന്താ വ്യത്യാസം, കർഷകന് എന്താ വ്യത്യാസം? ലിറ്ററലി സ്പീക്കിംഗ് രണ്ടും ഒന്ന് തന്നെയാണ്. പെസന്റ് എന്ന് പറഞ്ഞാലും കർഷകനാണ്, ഫാർമർ എന്ന് പറഞ്ഞാലും കർഷകനാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുന്നത് ഫാർമർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ അവിടെ
കൂടുതലായിട്ടുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിക്കും. മറ്റത് പരമ്പരാഗതമായിട്ടുള്ള പെസന്റ് വർക്ക് ചെയ്യും. ഇവിടെ ഫാർമർ ആകുമ്പോഴത്തേക്ക് വൈൽഡ് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുകയും അവർ കുറച്ചുകൂടെ റിസോഴ്സ്ഫുൾ ആയിട്ട് ഉള്ള ആൾക്കാരാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പെസന്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കൃഷിക്ക് ഉപയോഗിക്കുന്ന കലപ്പയായിരിക്കാം. മോഡേൺ ടെക്നോളജി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വലിയ വലിയ ട്രാക്ടേഴ്സ് വന്ന്, കാരണം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാക്ടർ ഒരു ദിവസം മുഴുവൻ ഓടിച്ചു കഴിഞ്ഞാൽ കാളയും കലപ്പയും വെച്ചിട്ട് കർഷകൻ ഉഴുതു മറിക്കുന്ന സ്ഥലത്തിനെ ഒരു മാസം ഉഴുതാലേ അതൊന്ന് ഇളകി വരുള്ളൂ. ക്ലിയർ ആയിട്ട് കർഷകന് അത് വിത്ത് പാകാൻ തക്ക വിധത്തിൽ പാകമാകുകയുള്ളൂ. പക്ഷെ ട്രാക്ടറായ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഈ മെഷീൻ വലിയ വിധത്തിൽ ഓടിച്ച് മണ്ണിനെ, അടിയിൽ കിടക്കുന്ന മണ്ണിനെ, ഫെർട്ടിലിറ്റി കൂടുതലുണ്ടാകുന്ന അടിയിൽ കിടക്കുന്ന മണ്ണിനെ മേലെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ്സിൽ കൂടെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ ക്ലാസ് ഫോർമേഷൻ വഴിയും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും അവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതായത് എക്കണോമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ധന കാര്യമായ ഏത് വിധത്തിലായിരിക്കും അവരുടെ റെന്റ് കളക്ഷൻ വരിക, ഏത് വിധത്തിലായിരിക്കും ഇവരുടെ കടങ്ങൾ അടയ്ക്കുക, നാഷണൽ ആയിട്ട് സോഷ്യൽ ആയിട്ടുള്ള നാച്ചുറൽ സോഷ്യൽ ആയിട്ടുള്ള അടിമത്തമുണ്ടോ, എക്കണോമിക്കലായിട്ട് അവരെ ചൂഷണം ചെയ്യുന്നുണ്ടോ, അതേമാതിരി ഈ പെസൻസിനെ ഏത് വിധത്തിലാണ് ചൂഷണം ചെയ്യുന്നത്, ഇതൊക്കെ മൊബിലൈസേഷൻ കൊണ്ടുവരുന്നു. അതിൽ കൂടെ ഇതിനെപ്പറ്റി പഠിക്കുന്നു. പഠിച്ചിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ട ക്ലാസ്സുകൾ ആരാന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കൊളോണിയൽ പീരീഡിലായാലും ശരി, മാർക്സിസ്റ്റ് ഈ പോളിസികൾ വളരെ പെസന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും മണി ലെൻഡേഴ്സ് ആണോ, ധനം കൊടുക്കുന്നവര്, കടം കൊടുക്കുന്നവരാണോ, അല്ല ഒഫീഷ്യൽസ് ആണോ, കൊളോണിയൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് ആണോ, ആരാണ് ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, എന്ത് വിധത്തിൽ ഇവരെ നഷ്ടപ്പെടുത്തുന്നു, ഇതൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ ലാൻഡ് ലോർഡ്സ് ആയിക്കോട്ടെ, മണി ലെൻഡേഴ്സ് ആയിക്കോട്ടെ, കൊളോണിയൽ അതോറിറ്റീസ് ആയിക്കോട്ടെ, ഇവർ തമ്മിലെ റിലേഷൻഷിപ്പും കണ്ടുപിടിക്കുന്നു. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമില് മാർക്സിസ്റ്റ് പോളിസി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് അപ്രോച്ച് അത് ഷിഫ്റ്റ് ചെയ്തു പോയി. പൊളിറ്റിക്സ് ലാൻഡ് ഫോമിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ, ലാൻഡിന്റെ റീഫോം, ഏതൊക്കെ വിധത്തിലാണ് ലാൻഡ് റീഫോം ചെയ്യേണ്ടത് എന്നുള്ള ആ ലെവലിലേക്ക് മാറിപ്പോയി. ആ ലെവലിലേക്ക് മാറിപ്പോയപ്പോഴത്തേക്കും ലാൻഡ് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാം, എങ്ങനത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള ലെവലിലേക്കാണ് അത് കൊണ്ടുപോയി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ കൊളോണിയൽ ടൈമില് ഈ ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിനെപ്പറ്റി പെസന്റിന്റെ ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും നേരത്തെ പറഞ്ഞ മാതിരി സബാൾട്ടൻ വേരിയന്റ് ഓഫ് മാർക്സിസ്റ്റ് അപ്രോച്ച് വന്ന് രഞ്ജിത്ത് ഗുഹ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതായത് സാധാരണക്കായ കർഷകര് ലാൻഡ് ലോർഡിന് റെബലിയസ് ആയിട്ട് പോവാറില്ല, ബ്രിട്ടീഷിനോട് റെബലിയസ് ആയിട്ട് പോവില്ല, അവര് അറിയാണ്ട് ഇരുന്ന് പോവാണ്. പക്ഷെ അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസ്സസ് ഉണ്ട്. അതേമാതിരി കപിൽ ദേവിന്റെ ഒരു പുസ്തകമുണ്ട്, പെസൻസ് ഇൻ റിവോൾട്ട് എന്ന്. എന്തുകൊണ്ട് അവർ റിവോൾട്ട് ചെയ്യാൻ വിപ്ലവത്തിലേക്ക് ഇറങ്ങി കൊളോണിയൽ പീരീഡില് ഔദല് ഉത്തർപ്രദേശിൽ അവർ എന്തുകൊണ്ട് കൊളോണിയൽ വിപ്ലവത്തിലേക്ക് അവരെത്തിപ്പെട്ടത് എങ്ങനെയെന്നുള്ളതാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത് ആ പുസ്തകത്തിൽ. അപ്പോൾ ഇവിടെ കർഷകരുടെ മൂവ്മെന്റിനെയും ക്ലാസിന്റെ റിലേഷനെയും സോഷ്യൽ ആയിട്ടുള്ള റിലേഷനെയും ധനപരമായ റിലേഷനെയും ഔദർ റീജിയനില് ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഈ കപിൽ കുമാർ ഈ പുസ്തകത്തിൽ പെസൻസ് ഇൻ റിവോൾട്ട് എന്നുള്ളതിൽ ക്ലിയർ ആയിട്ട് പരാമർശിച്ചു പോയിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 1980 പലതരത്തിലുള്ള ഇന്ത്യയിലുള്ള പല ഫാർമേഴ്സിന്റെ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ഫാർമേഴ്സിന്റെ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ മൂവ്മെന്റ്സ് ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ ഈ കാലഘട്ടത്തിൽ അവര് ലാൻഡ് റീഫോം എന്ന് വെച്ചാൽ പുതിയതാക്കുക, അല്ലെങ്കിൽ ഒരു ലാൻഡിന്റെ വിസ്തീർണം എത്ര, മറിച്ച് റീഫോമിന് എന്തിനെ പറ്റിയാണ് അവർ ഡിമാൻഡ് ചെയ്തതല്ല. പക്ഷെ അവരുടെ ഒപ്രഷൻ, ഈ ലാൻഡ് ലോർഡിന്റെ
ഒപ്രഷൻ, അതിനെ പറ്റിയാണ് അവർ പരാമർശിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല്, ഒരു സബ്സിഡി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ധനം കടനായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റുന്നുണ്ടോ, അത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് വിധത്തിൽ ചെയ്യുന്നു, ഇതൊക്കെയാണ് ആ സമയത്ത് അവര് കാര്യമായിട്ട് നോക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ചും ഗ്രീൻ റവല്യൂഷൻ ടൈമില് പഞ്ചാബിലും ഹരിയാനയിലും വെസ്റ്റേൺ യുപിയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കർണാടകയിലും കേരളത്തിലും ഇവരുടെ ഡിമാൻഡ്സ് എന്തായിരുന്നു? എക്കണോമിക് ആയിട്ടുള്ള, അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അവിടെ സബ്സിഡൈസ്ഡ് ഇൻപുട്ട്, അതായത് കുറച്ചിട്ടുള്ള ഇൻപുട്സ് എന്താണ്, ഏതൊക്കെ വിധത്തിൽ പ്രൈസ്, അതായത് അഗ്രികൾച്ചറിൽ നിന്ന് വരുന്ന കർഷകൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന് നല്ല വില കിട്ടുന്നുണ്ടോ, താങ്ങുവില കിട്ടുന്നുണ്ടോ, അതേമാതിരി ആ സമയത്ത് വരുന്ന ഇലക്ട്രിസിറ്റി ശരിക്കും സമയത്തിന് കിട്ടുന്നുണ്ടോ, പ്രോബ്ലം ലേബറേഴ്സിന് വർക്ക് ചെയ്യാൻ, ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ ഗ്രീൻ റവല്യൂഷൻ വരുമ്പോഴത്തേക്കും അവരുടെ പ്രശ്നങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഏത് വിധത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും, അതാണ് അവിടെ. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് അഗ്രികൾച്ചർ എന്നാണ് അർത്ഥം. മിൽക്ക് റവല്യൂഷൻ വരുന്നുണ്ട്, വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തില് ഡയറി പ്രോഡക്ട്സിന്റെ, അമൂൽ ഡയറി പ്രോഡക്ട്സ് വന്നത് ആ കാലഘട്ടത്തിലാണ്, വൈറ്റ് റവല്യൂഷൻ. അപ്പോ ഈ ഓരോ വർക്കിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, ഇതിനെപ്പറ്റി മനസ്സിലാക്കുക, അതിന് വേണ്ടതായ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അതാണ് ഈ അപ്രോച്ച് വഴി അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല, ഇതിനെ പൊളിറ്റിക്കലായിട്ട്, നമ്മുടെ രാഷ്ട്രീയമായിട്ടും ഏത് വിധത്തിലാണ് എക്കോണമി ധനപരമായിട്ടും ഇതിനെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ലിങ്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും മൂവ്മെന്റ്സിൽ റൂറലില് വലുതായിട്ടുള്ളവരും അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ളവരും അഗ്രേറിയൻ ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ കൾച്ചറലായത്, അതായത് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുതലാളിത്വം എന്നർത്ഥം. അപ്പൊ അഗ്രേറിയൻ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ മുതലാളി ഫ്യൂഡൽ ലോർഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് അത് വന്നത്. ഇനി വരുന്നത് അടുത്ത മൂവ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, വിപ്ലവമായിട്ട് നമുക്ക് കാണാൻ വന്നത് വർക്കിംഗ് ക്ലാസിന്റെ മൂവ്മെന്റ് ആണ്. വർക്കിംഗ് ക്ലാസിന്റെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നവരാണ് വർക്കിംഗ് ക്ലാസ്. അപ്പൊ വർക്ക് ചെയ്യുന്നവർക്ക് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റുമോ, അതായത് അവരുടേതായ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ പറ്റുമോ? ആ മാർക്സിസ്റ്റിന്റെ വീക്ഷണത്തിൽ ഇത് പറയുന്നുണ്ട്, ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? വർക്കിംഗ് ക്ലാസിന്റെ ഉത്ഭവം, വർക്കിംഗ് ക്ലാസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, അതേമാതിരി സോഷ്യലും എക്കണോമിക് സ്റ്റേറ്റസ് ഇതേമാതിരി ഡെവലപ്പ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള ആരോഗ്യകരമായ സാധനങ്ങള്, ഫുഡ്, ഹെൽത്ത്, മീൻസ് അവർക്ക് പേയ്മെന്റ്, ശരിയായ ബോണസ് കിട്ടുന്നുണ്ടോ, ശരിയായിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ടോ, അവര് കമ്പനികൾ ശരിയായ സെറ്റപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇതിനൊക്കെ അവരുടെ കുട്ടികൾക്ക് വേണ്ട ക്രഷ് അല്ലെങ്കിൽ ഡേ കെയർ സെന്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഈ ഫാക്ടേഴ്സ് വർക്കേഴ്സിനൊക്കെ ഐഡിയോളജിക്കലി അവർക്ക് എല്ലാവിധ ബെനിഫിറ്റും കമ്പനികളിൽ നിന്ന് കിട്ടുന്നുണ്ടോ, സ്ട്രൈക്ക് വരികയാണെങ്കിൽ ആ സ്ട്രൈക്കിനെ അവർ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്, ഇതിനൊക്കെ പറ്റിയാണ് അവർ കൂടുതലായിട്ട് പരാമർശിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ രഞ്ജിത് ദാസ് ഗുപ്ത എഴുതുന്നുണ്ട്, എല്ലാ വിധത്തിലും റൈറ്റിംഗ്സിൽ പറയുന്നത് ലേബേഴ്സിന്റെ ഫോർമേഷൻ, ലേബർ കൺട്രോള്, സബോർഡിനേഷൻ ലേബർ, ക്ലാസ് ഫോർമേഷൻ, ഏത് വിധത്തിൽ ക്ലാസ് ഫോർം ചെയ്യുന്നു, ലീഡർഷിപ്പ് പാറ്റേൺ എങ്ങനെയായിരിക്കും, റിലേഷൻഷിപ്പ്, വർക്ക് പ്ലേസും കമ്മ്യൂണിറ്റി ലൈഫും ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും, ഇതിനെപ്പറ്റിയൊക്കെ പരാമർശിച്ചിട്ട് അതിനെപ്പറ്റി അവരുടെ ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു, എഴുതുന്നു. അതേമാതിരി തന്നെ ജാൻ ബ്രമൻ ഒരു വളരെ ഹ്യൂജ് ആയിട്ട് വർക്കിംഗ് ക്ലാസിനെ പറ്റി എഴുതുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ വളർന്ന ആ കാലഘട്ടത്തിൽ ഫുഡ് ലോസ് ലേബർ എന്നാണ് പറയുക. അവരെയും ഇതിനെ മാർക്സിസ്റ്റ് അപ്രോച്ച് പരാമർശിച്ചു പോകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ വിധത്തിൽ
രാഷ്ട്രം ഏത് വിധത്തിലാണ് ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കാണുന്നത്? ഇവിടെ ഉപദേശിച്ച് വരുന്നത് മാർക്സിസ്റ്റ് അപ്രോച്ച് ആണോ? സ്റ്റേറ്റ് വളരെ ക്രൂഷ്യലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയാണോ? അല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്യൂറോക്രസിനെ പറ്റി മാത്രം പഠിക്കുകയാണോ? ഏതൊക്കെ വിധത്തിലാണെന്നുള്ളതാണ് ലിബറൽ അപ്രോച്ചിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ മാർക്സിസ്റ്റ് അനാലിസിസ് വഴി ചോദ്യം ചെയ്ത് വരുമ്പോൾ അവിടെ നോക്കുന്ന പാരാമീറ്റേഴ്സ് ഉണ്ട്. 5 പാരാമീറ്റേഴ്സിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ പാരാമീറ്റേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റ് ഏത് വിധത്തിലാണ് ഈ റെപ്രസെന്റേറ്റീവ് ക്ലാസ് ഇൻട്രസ്റ്റും അവരുടേതായ പ്രശ്നങ്ങളും ഡിഫറെന്റ് ക്ലാസ്സിനെ എങ്ങനെ കാണുന്നു, അതിൽ എന്തൊക്കെ കൺട്രോൾ അവർ ചെയ്യുന്നു, ഏതൊക്കെ വിധത്തിലാണ് സ്റ്റേറ്റ് പോളിസീസ് അവർക്ക് ഉപയോഗപ്പെടുന്നത്. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ഈ അറ്റംപ്റ്റിൽ കൂടെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എങ്ങനെ കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് എങ്ങനെ അത് ഉപകരിക്കപ്പെടുന്നുണ്ടോ. മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ട്രേസ് ഡെവലപ്മെന്റ്, ആ സ്റ്റേറ്റിന്റെ സംസ്ഥാനത്തിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരുന്നു. നാലാമതായിട്ട് നോക്കുമ്പോൾ ഈ ഐഡിയാസ് ഏതൊക്കെ വിധത്തിലാണ് സ്റ്റേറ്റിനെ ഓറിയന്റേഷൻ ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് ഇതെങ്ങനെ ലിങ്ക് ചെയ്ത് കൊണ്ടുവരുന്നു, ഏതൊക്കെ ലിങ്ക് ചെയ്ത് ഈ സ്റ്റേറ്റിന്റെ ഗ്രോത്തും അവരുടെ ഫൈനാൻസും ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ ധനവും IFS നേരത്തെ പറഞ്ഞ മാതിരി വേൾഡ് ബാങ്കിൽ നിന്ന് സപ്പോർട്ട് മേടിച്ചു കൊടുക്കുന്നുണ്ടോ, ഇന്റർനാഷണൽ മോണിറ്ററിയിൽ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കിയത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പ്രൊഫഷണലിസം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സമയത്ത് അവിടെ കാണുന്നത്. ഇവിടെ മാർക്കിയൻ ഇന്ത്യയിലെ അതിനെ എങ്ങനെ നമ്മൾ പൊളിറ്റിക്കൽ കൊണ്ടുവരുന്നു. ഈ പൊളിറ്റിക്കലിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് CPI, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM, പിന്നെ സെവറൽ നെക്സലൈറ്റ് പാർട്ടീസ്, ഇതൊക്കെ പാർട്ടീസ് ഒക്കെ ഫോം ചെയ്യാണ്. കമ്മ്യൂണിസമാണ് ഈ മാർക്സിസം എന്ന് പറഞ്ഞതിന്റെ വേറെ വിധം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കോമൺ ആയിട്ടുള്ള അപ്രോച്ചിൽ കൂടെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ, ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ എത്രത്തോളം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന, അതിനെ ഫോറിൻ ക്യാപിറ്റൽ ആയിട്ടോ ഇമ്പീരിയലിസം ആയിട്ടോ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയോ എങ്ങനെയാണ് ഇന്ത്യയിലുള്ള ബുർഷായിത്വം, ക്യാപിറ്റലിസം, ലോൺലോഡ്സും ഇതിനെ ഫോറിൻ കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണോ, അല്ലെങ്കിൽ ഇതിനെ ഏത് വിധത്തിൽ ഫോറിൻ ക്യാപിറ്റൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് അതിനെ എങ്ങനെയാണ് അവർ ഉപയോഗിച്ചതെന്നുള്ളതിനെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള നക്സലൈറ്റ്സ് ആ സമയത്തും ഡെവലപ്പ് ആവുന്നുണ്ട്. പ്രോപ്പർട്ടിയുടെ ക്ലാസ്സസ് ഉള്ളവരും ഇൻട്രസ്റ്റ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഫോറിൻ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നവരും. നമ്മൾ മാർക്സിസ്റ്റ് പോളിസി അനുസരിച്ച് ബദറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റിലേഷനിലെ ക്യാപിറ്റലിസം ഇൻ ഇന്ത്യ പറയുമ്പോൾ ക്ലാസ് കോൺട്രഡിക്ഷൻസ് പറയുന്നുണ്ട്, കോൺഫ്ലിക്ട്സ്, സൊസൈറ്റിയിൽ വരുന്ന കോൺഫ്ലിക്ട്സിനെ പറ്റിയും കുറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ സംസ്ഥാനത്തിന് ഏത് വിധത്തിലാണോ വീക്ക്നെസ് കൊണ്ടുവരുന്നത്, ആ വീക്ക്നെസ്സിൽ വഴി ഇവര് പ്രഷർ എന്ത് ചെയ്യുന്നു, ഏത് പ്രഷർ വഴി ഇവര് സൊസൈറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നു. വീക്ക്നെസ്, ആ സൊസൈറ്റിയുടെ വീക്ക്നെസ് എന്താണോ, ഇമ്പീരിയലിസ്റ്റിന്റെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സസ് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റേറ്റിനെ ആണോ, ഇന്ത്യൻ സ്റ്റേറ്റില് ചാലഞ്ചസ് ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, അതേമാതിരി കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, റിലീജിയസ് ഗ്രൂപ്പിനുണ്ട്. അപ്പൊ ഇതിനൊക്കെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. അങ്ങരുടെ ബുക്കിൽ വിവേക് സിബാർ ലോക്ക്ഡ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ലേറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇന്ത്യയിൽ നടന്ന ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റി പരാമർശിച്ചു പോകുന്നു. ഇത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഇന്ത്യയില് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ കടന്ന നെഹ്റുവിയൻ പീരീഡ് എന്നും പറയുന്നു. ഇതിനെ ആർഗ്യുമെന്റിനെ ഫേവർ ചെയ്യുന്ന സംസ്ഥാനം ലീഡ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ആണോ, ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ലീഡ് ചെയ്യുന്ന ഡെവലപ്മെന്റ് ആണോ, പ്രൈവറ്റ് സെക്ടർ ആണോ, ക്യാപിറ്റലിസ്റ്റ് ആണോ, മാർക്കറ്റ് എത്രത്തോളം ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഇതൊക്കെയാണ് ഈ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്സിൽ വഴി അവർ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പോളിസികളെല്ലാം പെർസ്യൂട്ട് ചെയ്തിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ എക്കോണമിയിൽ ഏതാണോ സൂട്ടബിൾ എന്നുള്ളതാണ് ലേബറേഴ്സിന്റെ ഓർഗനൈസ്ഡ് ലേബർ ഫോം വഴിയും വളരെ
ഫ്രാഗ്മെന്റ് ആയ ഇന്ത്യൻ എക്കോണമിക്ക് അത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മളിവിടെ പരാമർശിക്കുന്നത് അതില് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു സ്റ്റേറ്റ്, ഇന്ത്യയിലുള്ള സ്റ്റേറ്റിനെ ഒരു തേർഡ് ആക്ടർ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. തേർഡ് ആക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ലേബറിന്റെയും ഓർഗനൈസ്ഡ് ലേബർ ഗ്രൂപ്പിന്റെയും പ്രൈവറ്റ് ക്യാപിറ്റലിന്റെയും മിഡിലുള്ള ഇന്റർമീഡിയറ്ററി എന്നുള്ള ലെവലാണ് അതിനെപ്പറ്റി പരാമർശിച്ച് നിർത്തുന്നത്. ഇനി ഇവിടെ നമ്മള് ഈ മാർക്സിസ്റ്റ് അപ്രോച്ച് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആകെ മൊത്തം പറയുകയാണെങ്കിൽ, ഒരു വൈൻഡപ്പ് ചെയ്ത് വരികയാണെങ്കിൽ, ഒരു പോളിസിയിൽ ഡയലക്ടൽ മെറ്റീരിയലിസം എടുത്തു, പ്രിൻസിപ്പിൾസ് മാറ്റി, പ്രൊഡക്ഷൻ മാറ്റി, ഡിസ്ട്രിബ്യൂഷൻ മാറ്റി, റിസോഴ്സസ് മാറ്റി, ട്രാൻസ്ഫോർമേഷൻ, സൊസൈറ്റിന്റെ ചേഞ്ച്, അതിന്റെ പരാമർശിച്ച് വരുമ്പോൾ 2 മാർക്സിസ്റ്റ് അപ്രോച്ചസ് ഞാൻ നേരത്തെ പറഞ്ഞു. ക്ലാസിക്കൽ മാർക്സിസ്റ്റ് അപ്രോച്ചും നിയോ മാർക്സിസ്റ്റ് അപ്രോച്ചും. സബാൾട്ടൻ അപ്രോച്ച് എന്ന് വെച്ചാൽ നിയോ മാർക്സിസ്റ്റ് അപ്രോച്ച് അവിടെ പരാമർശിക്കുന്നത് സ്വന്തം ഡിസിഷൻ എടുക്കുന്ന, സാധാരണക്കാർ സ്വന്തം ഡിസിഷൻ എടുത്ത് ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഈ ടോപ്പിക്കുകൾ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓരോ ടോപ്പിക്കിലും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഡിസിപ്ലിനറി ബൗണ്ടറീസിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ക്ലാസ് ഫോർമേഷൻ, ക്ലാസ് കൊളാബറേഷൻ, മൂവ്മെന്റ്സ് ഫാർമേഴ്സിന്റെയും ഇന്ത്യൻ സ്റ്റേറ്റിലെയും. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്, അതായത് അടുത്ത യൂണിറ്റിലേക്ക് പോവാണ്. അത് ഗാന്ധിയൻ പോളിസികളാണ്. ഗാന്ധിയൻ പോളിസി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് 2 കഴിഞ്ഞു. ഇനി ഗാന്ധിയൻ പോളിസിയിൽ നമ്മൾ എന്താണ് പരാമർശിച്ച് വരാൻ പോകുന്നതെന്ന് പറയാം. ഗാന്ധിയൻ പോളിസി ലിബറൽ പോളിസിയിൽ നിന്നും ഡിഫറെന്റ് ആണ്. അതേമാതിരി തന്നെ മാർക്സിസ്റ്റ് പോളിസിയിൽ നിന്നും ഡിഫറെന്റ് ആണ്. കാരണം ഈ ഡിഫറൻസസ് ഇവിടെ മാർക്സിസ്റ്റ് അപ്രോച്ചിലും 2 അപ്രോച്ചിലും വ്യത്യാസമുണ്ട്. ഇവിടെ ഇത് ഗാന്ധിയൻ അപ്രോച്ചിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, പൊളിറ്റീഷ്യൻസിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, ഗാന്ധിയൻ റീഫോമേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചരൺ സിംഗ്, രാംമോഹൻ ലോഹിയ, ഇവരൊക്കെയാണ് ഇതിനെ വളരെ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ളതും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ളതും അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളതും. അപ്പൊ ഗാന്ധിയൻ അപ്രോച്ചിൽ പറയുന്നത് നോൺ വയലൻസ് ആണ്. നോൺ വയലൻസ്, അതേമാതിരി എത്തിക്സ്, പ്രിൻസിപ്പിൾസ്, ട്രസ്റ്റിഷിപ്പ്. ഗാന്ധി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിഷിപ്പ് ഉണ്ടാക്കണം, ആ ട്രസ്റ്റിഷിപ്പ് വഴി നടത്തണം എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അതേസമയം മാർക്സിസ്റ്റ് അപ്രോച്ചില് ഒരു നേച്ചർ ഓഫ് ക്ലാസ് സ്ട്രക്ചർ ആണ് വന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കമ്പാരിസൺ ആണ്, ലിബറൽ, മാർക്സിസ്റ്റ് ആൻഡ് ഗാന്ധിസം. അപ്പൊ ഗാന്ധിസം എപ്പോഴും പറയുന്നത് ഒരാളുടെ കീഴിൽ പാടില്ല, ഒരു ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ് എങ്ങനെയായിരിക്കണം? വർക്കേഴ്സും പ്രോപ്പർട്ടിയുടെ ക്ലാസ്സസും തമ്മിലുള്ള ഒരു ട്രസ്റ്റ് വേണം. ആ ട്രസ്റ്റ്ഷിപ്പ് വഴി അപ്പൊ അവിടെ ചെക്ക് വരും, ഒരു കൺട്രോൾ വരും. ഇതിലെ വലിയ പണക്കാരൻ എന്നുള്ളതും തീരെ പണമില്ലാത്തവൻ എന്നുള്ള ആ ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റും ഈ ട്രസ്റ്റ്ഷിപ്പ് ഉണ്ടെങ്കിൽ. അതേമാതിരി പ്രോപ്പർട്ടിയുടെ ക്ലാസ്സസ് വഴിയും ഈ വർക്കേഴ്സിന് ഒരു ഇൻവോൾവ്മെന്റ് കിട്ടും. അപ്പോൾ ഈ ഗാന്ധിയൻ അപ്രോച്ചിൽ നമ്മൾ ഉദ്ദേശിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത് വളരെ സോഷ്യൽ റിയാലിറ്റിയാണ്. സോഷ്യൽ റിയാലിറ്റി, ഒരു പുതിയതായിട്ടുള്ള ഒരു സൊസൈറ്റിനെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ്? സത്യം, ധർമ്മം, നോൺ വയലൻസ്, സത്യാഗ്രഹ, സ്വരാജ്, സർവോദയ, ഇതൊക്കെയാണ് ഈ എത്തിക്സും മൊറാലിറ്റിയും. ചുരുക്കി പറഞ്ഞാൽ രാമരാജ്യം എന്നുള്ള പറയാം. അതായത് പരസ്പരം വെട്ടിമുറിക്കാണ്ട് നോൺ വയലൻസിൽ കൂടെ സത്യാഗ്രഹ, അല്ലെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആക്കി മനസ്സിലാക്കുക. ഒരാളെയും ഹാം ചെയ്യരുത്, ഹാം ചെയ്ത് വലിയ പണക്കാരനാവരുത്. അപ്പോ ഏത് വിധത്തിലുള്ള ഒരാളെ നമ്മൾ സത്യാഗ്രഹത്തിൽ പറഞ്ഞിട്ടുള്ളത് ഹാം വൺസെൽഫ് ത്രൂ ആക്ടിവിറ്റീസ്. ഫാസ്റ്റിംഗ് എടുക്കുക. അതായത് സത്യാഗ്രഹം എടുക്കാറുണ്ടല്ലോ ഗാന്ധിജി. പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ടൈമിൽ ഒരുപാട് സത്യാഗ്രഹം പുള്ളി നടന്നിട്ടുണ്ട്. പിന്നത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഡിസൊബീഡിയൻസ്. വിത്തൗട്ട് ഡിസൊബീഡിയൻസ് പൊളിറ്റിക്കൽ ആക്ഷൻ കനോട്ട് ബി ഓർഗനൈസ്ഡ്. പക്ഷെ ആ ഡിസൊബീഡിയൻസ് വന്നാൽ കൂടെയും
ക്വസ്റ്റ്യൻസിന് വരുന്നത് ലോയിനെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷനെയും ലോയിനെയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള. ഗാന്ധിയൻ സ്പീക്കറിൽ നോൺ വയലന്റ് മെത്തേഡ്, വയലൻസ് ഉപയോഗിക്കാണ്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുക, മോറൽ സൈഡ് ഉപയോഗിക്കുക, എത്തിക്കൽ ടൂൾസ് ഉപയോഗിക്കുക. ഏതിനു വേണ്ടിയിട്ട്? ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണമെങ്കിലും ആ സ്ട്രാറ്റജിയുടെ പേരാണ് സത്യാഗ്രഹ. ഗാന്ധിജിയുടെ പോളിസിയാണ് സത്യാഗ്രഹം എടുക്കുക. അൾട്ടിമേറ്റ് ഗോൾ എന്തായിരിക്കും? എസ്റ്റാബ്ലിഷ് ചെയ്യണം സ്വരാജ്യം, സെൽഫ് കൺട്രോൾ, സ്വന്തമായിട്ടുള്ള കൺട്രോള്, സെൽഫ് റിയലൈസേഷൻ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ആ സെൽഫ് റിയലൈസേഷൻ. ഇതിനൊക്കെയാണ് ഗാന്ധിജി പറഞ്ഞത് സ്വരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്ന അർത്ഥം. അപ്പോൾ ഈ സ്വരാജ്യം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴും അതേമാതിരി സ്വന്തമായിട്ടുള്ള അവയർനെസ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ, സെൽഫ് അനാലിസിസ് എന്ന് വേണമെങ്കിൽ പറയാം. അതേമാതിരി ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം? ഗവൺമെന്റ് അവിടുത്തെ ആൾക്കാര്, സാധാരണക്കാരെ റെഗുലേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ആയിരിക്കണം, സെൽഫ് ഗവൺമെന്റ് ആയിരിക്കണം. അതിനെന്താ ഉദ്ദേശം? വില്ലേജ് പഞ്ചായത്ത് വഴി പോവുക, സിവിൽ സൊസൈറ്റി പഞ്ചായത്ത് വഴി പോകുമ്പോഴത്തേക്കും അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ ആൾക്കാര് അവിടുത്തെ ഗവൺമെന്റ് ഫോം ചെയ്തിട്ട് ആ വില്ലേജിൽ പഞ്ചായത്തിൽ അവരുടെ കാര്യങ്ങൾ അവർ സ്വയചിത്തമായിട്ട് ചെയ്യുമ്പോൾ അവരെന്ത് പറ്റും? മിനിമം റോളിൽ അവർ എല്ലാം ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ലെവലിൽ അവർ വൃത്തിയായിട്ട് അവർ ചെയ്യും. അപ്പോ ഈ നോൺ വയലൻസും ട്രൂത്തുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പവർഫുൾ വെപ്പണായിട്ട് ഗാന്ധിജി പരാമർശിച്ചിട്ടുള്ളത്. മൊബിലൈസേഷൻ നോൺ വയലൻസ് വഴിയും നോൺ കോപ്പറേഷൻ വഴിയും ഗാന്ധിജിയുടെ അപ്രോച്ചിൽ പറയുന്നുണ്ട്. ഗാന്ധിജി പല വിധത്തിലും ഗാന്ധിജിയുടെ അപ്രോച്ചിനെ നമ്മൾ സോഷ്യൽ സയൻസിൽ ഒരു പാർട്ട്, എന്താ പറയാ, ഒരു മേജർ പാർട്ടായിട്ട് ഇന്ത്യൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗാന്ധിയൻ അപ്രോച്ചിൽ കൂടി പൊളിറ്റിക്സിൽ രാജ്നി കൊത്താരി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ പേരാണ് ലോഗയൻ. ഈ ലോഗയൻ ഗ്രൂപ്പിൽ കൂടെ അവര് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആക്കി അതിനെ മാറ്റുകയാണ്. അപ്പൊ രജനി കൊത്താരി വന്ന് ഗാന്ധിയുടെ ഫിലോസഫിനെ വളരെ വളരെ പരാമർശിക്കുകയും വളരെ കാര്യമായിട്ട് അത് മനസ്സിലാക്കുകയും അതിനെ പ്രാക്ടീസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നു. രജനി കൊത്താരി യൂസ്ഡ് ഒരു സിസ്റ്റം എന്താ വെച്ചാൽ ലിബറൽ അപ്രോച്ച്. ചില സമയത്ത് ലിബറൽ അപ്രോച്ചിൽ കൂടി ഇന്ത്യൻ പൊളിറ്റിക്സിന് മനസ്സിലാക്കി കൊടുക്കാൻ, അതേമാതിരി തന്നെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയ ആൾക്കാർക്ക് വേരിയന്റ് ആയിട്ടും റൈറ്റിങ്സ് വഴിയും എഴുതി സിസ്റ്റം അപ്രോച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എല്ലാരെയും അവനോന്റെ സെൽഫ് കൺട്രോൾ വഴി, അവനോന്റെ സെൽഫ് അനാലിസിസ് വഴി, സെൽഫ് കൺട്രോൾ വഴി, സെൽഫ് ഗവൺമെന്റ് വഴി എല്ലാവർക്കും ഗവൺമെന്റിൽ സ്വന്തമായിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ സിസ്റ്റത്തിൽ വഴി സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എവറിത്തിങ് എല്ലാം ശരിയായിട്ട് നടന്നോളുമുള്ള ഒരു സിദ്ധാന്തം. അതാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം 4 വർഷം ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ടൈമില് 40 വർഷം ഓരോ പ്രശ്നങ്ങളും സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയിരുന്നു ഗാന്ധിജിയുടേത്. ടെക്നോളജി ഉണ്ടായിരുന്നതിൽ കൂടെയും കോൺസിക്വന്റ് ആയിട്ടുള്ള പല വിധത്തിലുള്ള സൊസൈറ്റിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ വന്നിട്ടും, വയലൻസ് വന്നിട്ടും, ആൾക്കാരുടെ വിപ്ലവങ്ങൾ വന്നിട്ടും, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നിട്ടുണ്ട്, ഐഡന്റിറ്റീസിന് എത്നിസിറ്റി വന്നിട്ടുണ്ട്, പല പ്രസ്ഥാനങ്ങളും ഇറോഷൻ ആയിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ലീഡേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും ഈ പേഴ്സണൽ ആയിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒപ്പീനിയൻ അനുസരിച്ച്, കൊത്താരിയുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓവർ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള അവരുടെ അഭിപ്രായത്തിന് എതിർനീർച്ചിൽ അല്ലെങ്കിൽ എതിർത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ
ഒരു ഹ്യൂമന്റെ ഫേസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഒരു ഹ്യൂമാനിസം വരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഹ്യൂമാനിസത്തിന് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പല വിധത്തിലും അവര് മനുഷ്യനെ എങ്ങനെ മനുഷ്യൻ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് മാത്രമല്ല, ഈ ക്യാപിറ്റലിസത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് ഗാന്ധിജി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എത്രത്തോളം നിങ്ങൾ എങ്ങനെ ചൂഷണപ്പെടുന്നു, ഏത് വിധത്തിലാണ് ഇന്ത്യ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്, ഇതിനെ പറ്റിയൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വളരെ വളരെ പവർഫുൾ ആയ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയത് ഈ ഹ്യൂമൻ ടച്ച് വരുന്നോണ്ടാണ്. ഹ്യൂമൻ ഫേസോ അല്ലെങ്കിൽ ഹ്യൂമൻ ടച്ച് എന്ന് പറയാം, സ്റ്റേറ്റിന്റെ നാട് മുഴുവനും അല്ലെങ്കിൽ ഹോൾ വേൾഡിൽ ബ്രിട്ടീഷുകാർക്ക് അഷെയിംഡ് ആയിപ്പോയി. അവരുടെ ആക്ടിവിറ്റീനെ പറ്റിയും എത്രത്തോളം ഇന്ത്യയിൽ നടന്ന അവരുടെ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയും വളരെ ക്ലിയർ ആയിട്ട് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് വഴി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ് വേൾഡിന്. അപ്പോ കോത്താരി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വരികയാണ്, ഡിഫറെന്റ് സെക്ഷൻസും ഡിഫറെന്റ് സെലക്ഷൻസും ഓരോ സിസ്റ്റത്തിലും റൈറ്റിംഗ്സിലും ഒന്ന് പറയും ഒന്ന് ചെയ്യും, കോൺട്രഡിക്റ്റ് ചെയ്യുന്നതും വർക്കിലും. ഈ കോൺട്രഡിക്ഷൻ നടന്നതിന് ശേഷം ആൾട്ടർനേറ്റീവ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നു. ഫ്രെയിം വർക്ക് വഴി എന്താ ഉദ്ദേശിക്കുന്നത്? ഗാന്ധിയൻ ഫിലോസഫിയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ജനാധിപത്യം കൂടുതലായിട്ട് വരണം, അല്ലാണ്ട് നിങ്ങളുടെ ബ്രിട്ടീഷുകാരുടെ വെസ്റ്റ് മിനിസ്റ്റർ മോഡലിലുള്ള ഗവൺമെന്റ് ആയിരിക്കാൻ പാടില്ല. വെസ്റ്റ് മിനിസ്റ്റർ അതായത് ബ്രിട്ടീഷുകാരുടെ പ്രോസസ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മോഡലായിട്ടുള്ളതാണ് ഇവിടെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അത് ഇന്ത്യൻ ഗവൺമെന്റിന് സൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഇന്ത്യൻ സിസ്റ്റത്തിന് സൂട്ടബിൾ ആയിട്ട് വരുന്നത് ജനാധിപത്യമാണ്. അപ്പൊ അത് ജനാധിപത്യത്തിന് പവർ കൂടുതൽ കൊടുക്കണം. എക്സിക്യൂട്ടീവ് ആയാലും ശരി ബ്യൂറോക്രസിയിലായാലും ശരി ഒരു പോളിസി ഇനീഷ്യേറ്റ് ചെയ്യാനോ അത് നടപ്പിലാക്കാനോ അങ്ങനെ പല വിധത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കോത്താരി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയില് ഏതായിരിക്കും ഡോമിനേഷൻ നല്ലതായിട്ട് വരിക എന്നുള്ളത്. അപ്പൊ മാനിപ്പുലേഷൻ ചെയ്ത് കോർപ്പറേറ്റ് ക്യാപിറ്റലിസമോ സാധാരണക്കാർക്ക് കഷ്ടപ്പാടോ ഒരു കയ്യില് ഡെമോക്രസിയും ആ ഡെമോക്രസീനെ വലിയ പണക്കാര് ഒറ്റുകൊണ്ടു പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോ കമ്മ്യൂണിസ്റ്റ് കാസ്റ്റിസിസം അല്ലെങ്കിൽ അത് കറപ്റ്റാണ്, തെറ്റാണ്. എല്ലാ പാർട്ടിയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകുന്നു. നോൺ പാർട്ടി പൊളിറ്റിക്സ് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വേണം. അതാണ് ആ ഓൾട്ടർനേറ്റീവ് മൂവ്മെന്റ് ആണ് പീപ്പിൾസ് ആക്ഷൻ എന്ന് പറയും. അപ്പൊ ഇന്ത്യയില് ഗാന്ധിയൻ അപ്രോച്ച് വഴി പൊളിറ്റിക്കൽ സയൻസിൽ ഏതൊക്കെ വിധത്തിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് വരുമ്പോ സത്യാഗ്രഹം, കോയേസീവ് ഗവൺമെന്റ്, നോഷൻ ഓഫ് എന്താ പറയാ സ്വരാജ്യം, കമ്മ്യൂണൽ ഒരുമിച്ച് താമസിക്കുക, സോഷ്യൽ ഹാർമണി, സോഷ്യൽ ആയിട്ട് ഡീസെൻട്രലൈസേഷൻ, അതായത് ഭരണഘടന താഴത്തെ ലെവൽ വരെ, അതായത് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ എത്തിക്കുക. അതാണ് നമ്മളുടെ 73-74 ഭരണഘടനയിൽ അമെൻമെന്റ് ആക്ട്സ് കൊണ്ടുവന്നു. ഇൻഫ്ലുവൻസ്, ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ്, ഡിബേറ്റ് വളരെ വളരെ സീരിയസ് ആയ ചർച്ചകൾ നടക്കുകയും ഓരോന്നിനെ പറ്റിയും പെർസ്പെക്റ്റീവ് വളരെ ക്ലിയർ ആയിട്ടുള്ള വീക്ഷണങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഗാന്ധിയൻ വേനെ പറ്റി ഇന്റലക്ച്വൽ ആയ ചരൺ സിംഗ്, ലോഹ്യ എല്ലാ ലീഡേഴ്സും ഇതിനെ അവര് അറ്റാക്ക് ചെയ്തത് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞ ഇവിടെ ഉള്ള സോഷ്യൽ ചെറിയതായിട്ടുള്ള ഇൻഡസ്ട്രീനെ നശിപ്പിച്ചിട്ടാണ് അവര് വലിയ വലിയ കോട്ടൺ ഇൻഡസ്ട്രി ഇവിടെ നടത്തിക്കൊണ്ടു പോയത്. ഇതിനെപ്പറ്റിയൊക്കെ ചരൺ സിംഗും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിൽ കൂടെ. അപ്പൊ ഇങ്ങനെ കോഓപ്പറേറ്റീവ് ഫാമിംഗ് കൊണ്ടുവന്നു ഇന്ത്യയില്. ഗാന്ധിജിയുടെ അഭിപ്രായ പ്രകാരം കോഓപ്പറേറ്റീവ് ഫാമിംഗ് കൊണ്ടുവന്നു. കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ സർവീസ് ചെയ്യുക, കോഓപ്പറേറ്റീവ് എന്താ പറയാ ഫാമിംഗ് ചെയ്യുക,
കോപ്പറേറ്റീവ് യൂണിയൻ ആയിട്ടുള്ള വർക്ക് ചെയ്യുക. നെഹ്റുവിന്റെ ഐഡിയ പ്രകാരം മോഡൽ ഡെവലപ്മെന്റ് ഏത് വിധത്തിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് കൊണ്ടുവന്നു. അപ്പൊ എന്തെങ്കിലും കിട്ടിയെടുക്കണമെങ്കിൽ അത് സത്യാഗ്രഹം മുഖാന്തരം കിട്ടിയെടുക്കുക, ആയുധങ്ങൾ എടുത്തിട്ടല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവര് പഞ്ചായത്ത് ലെവലിൽ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ഗവൺമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഇത്. പിന്നെ നമ്മൾ സോഷ്യൽ ഹാർമണി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുമിച്ച് ജീവിക്കുമ്പോൾ എല്ലാവർക്കും വ്യത്യാസങ്ങൾ മനസ്സിലാവും. അതിനെ നമ്മൾ സോഷ്യൽ ആൻഡ് സോഷ്യൽ ഹാർമണി എന്ന് പറയാം. ഈ സോഷ്യൽ ഹാർമണി ഗാന്ധിയുടെ ഡോക്ട്രിൻ പ്രകാരം അല്ലെങ്കിൽ ഗാന്ധിയുടെ അഭിപ്രായ പ്രകാരം കൺവേർഷൻ ഒരു കാരണവശാലും പാടില്ല. ഹിസ്റ്റോറിയൻസ് എല്ലാം സത്യാഗ്രഹ വഴി എല്ലാം കമ്മ്യൂണൽ ഹാർമണി, ഹിന്ദു മുസൽമാൻ ഹാർമണി, ഒരുമിച്ച് താമസിക്കണം, ബൈ ബൈ എന്നുള്ള ആ റിലേഷൻഷിപ്പ് ഡെവലപ്മെന്റ് എടുത്തുകൊണ്ട് വരിക. ഇന്റർ റിലേഷൻസ് കൊണ്ടുവരുമ്പോൾ പ്യൂരിറ്റി ഉണ്ടാവും, പേഴ്സണൽ പ്യൂരിറ്റി, മനസ്സിന്റെ പ്യൂരിറ്റി ഉണ്ടാവും, പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സോഷ്യൽ മൂവ്മെന്റ്സ്, ഇന്ത്യയിലുണ്ടായ സോഷ്യൽ മൂവ്മെന്റ്സിനെ പറ്റിയാണ്. ഗുജറാത്തില് 74 പ്രൈസ് റൈസ് ഉണ്ടായി. ഗ്യാൻഷാം പറയുന്നുണ്ട് സത്യാഗ്രഹ ആന്റി ലെവിയില്, അതായത് പ്രൈസ് ഒക്കെ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രൈസ് കൂടുതലായപ്പോൾ കുട്ടികളായാലും ശരി, ബ്ലാക്ക് മാർക്കറ്റിംഗ്, കറപ്ഷൻ, പ്രൈസ് റൈസ്, ഡീനാഷണലൈസേഷൻ, സിവിൽ ലിബർട്ടി, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കുട്ടികളും അജിറ്റേറ്റഡ് ആയിട്ട് പുറത്തേക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നു. ചീഫ് മിനിസ്റ്റർ ചിന്താമണി പട്ടേൽ ഫോഴ്സ് ടു റിസൈൻ ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതേമാതിരി തന്നെ ബാക്കിയുള്ള ജയപ്രകാശ് നാരായൺ ഇവരൊക്കെ ഡെക്കോയിറ്റ്സിനെ കൺട്രോൾ ചെയ്യാനും അതേമാതിരി മൂവ്മെന്റ്സിനെ, യൂത്തിനെ മൂവ്മെന്റ്സിലേക്ക് കൊണ്ടുവരിക്കാനും എമർജൻസി ആയിട്ട് എടുത്ത് അവരെ കൊണ്ട് ഏകതാ പരിഷത്ത്, ഒരുമിച്ച് പോകണം, എൻക്രോച്ച്മെന്റ്, ലാൻഡിലേക്ക് ചുഴന്നു കയറ്റാൻ പാടില്ല, ഗ്രാൻഡ് ലൈറ്റ്സ് കൊടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത പർപ്പസിന് അവർ എന്താ ചെയ്തെച്ചാൽ ഒരു ജോയിന്റ് ആയിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി 80-ൽ. അതുവഴി പ്രഷറൈസ് ചെയ്ത് കോൺഗ്രസിന്റെ ഒരു ലാൻഡ് റീഫോംസിനെ കൊണ്ടുവരികയും 1990-ൽ ഏകതാ പരിഷത്ത് വഴി മൈഗ്രേഷൻസും ഒക്കെ നിർത്തി ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മൊബിലൈസേഷൻ കൊണ്ടുവന്ന് അവിടെ ഒരു സമാധാനം കൊണ്ടുവരികയും ചെയ്യുന്നു ഇന്ത്യയിൽ. ഇനി അവസാനമായിട്ട് പാർട്ടി സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഏഷ്യൻ സർവേ പ്രകാരം രജനി കൊത്താരി ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം ഗ്രാസ് റൂട്ട് ലെവൽ ഫങ്ഷൻ ചെയ്യേണ്ടത്, പാർട്ടി ഫങ്ഷൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതിലൊരു റാപ്പോർട്ട് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വഴി പോലീസോ ഹയറിങ്ങോ അല്ലാണ്ട് എങ്ങനെയാണോ ഗ്രൗണ്ട് ലെവലില്. പിന്നെ ഗാന്ധിയൻ ഫിലോസഫിയിൽ പബ്ലിക് പോളിസീസ് പറയുന്നുണ്ട്, പെർസ്പെക്റ്റീവ്സ് അപ്രോപ്രിയേറ്റുള്ള പോളിസികൾ ഉപയോഗിക്കണം. ചരൺ സിംഗിന്റെ മോഡലായാലും ശരി, നെഹ്റുവിന്റെ മോഡലായാലും ശരി, ആ മോഡൽസിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. അതിന് ഏത് ഇൻസ്പെക്ഷൻ ആയാലും ശരി. പിന്നെ പെർസ്പെക്റ്റീവ് ഇതില് അതായത് ലാസ്റ്റില് വരുമ്പോഴത്തേക്കും റൊണാൾഡ് ഡൾഫ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാല് ഒരു ക്രിയേറ്റിവിറ്റി, പോസ്റ്റ് മോർട്ടം തിങ്കറാണ്. അപ്പൊ ഈ പ്രൈവസി എന്താ ഫോളോ ചെയ്യുന്ന വെച്ചാല് പ്രൈവസി ടു സെഗ്മെന്റ്, ഓരോരുത്തർക്കും പ്രൈവസി വരാനും അതേമാതിരി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും. ഗാന്ധിജിയുടെ കോട്ടിങ് തന്നെ ഇൻഡു സ്വരാജ് മൈ എക്സ്പീരിയൻസ് വിത്ത് ദ ട്രൂത്ത് എന്നുള്ള പുസ്തകത്തിൽ വഴി അങ്ങേര് പറയാനുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വിധത്തിൽ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ പോളിസികൾ വഴി പറയുന്നത്. അപ്പൊ ഗാന്ധിയുടെ ടോട്ടലായിട്ട് ഇൻ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഗാന്ധിയൻ അപ്രോച്ച് വഴി നമ്മൾ ഉദ്ദേശിച്ചത് എക്സ്പ്ലെയിൻ ചെയ്ത് വിഷൻ ചെയ്ത് സൊസൈറ്റിക്ക് ആവശ്യമുള്ള ചേഞ്ചിനെ മനസ്സിലാക്കി കൊടുക്കുക. അതേമാതിരി ആ ചേഞ്ചിനെ 3 വിധത്തിലുള്ള ആൾക്കാർ വഴി, പ്രൊഫഷണൽ അക്കാഡമിഷ്യൻസ് വഴിയും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് വഴിയും പൊളിറ്റിക്കൽ ഇൻസ്പയർ ആയിട്ടുള്ള ലീഡേഴ്സ് വഴിയും അതിനെ താരതമ്യപ്പെടുത്തി നോൺ വയലൻസ് വഴിയും സത്യാഗ്രഹ വഴിയും നമ്മളുടെ വേൾഡിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഇവിടെ ഹാർമണി, സോഷ്യൽ ഹാർമണി, ഇമ്പോർട്ടൻസ്, സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ്, അഗ്രികൾച്ചറൽ ലാൻഡിന്റെ ഇമ്പോർട്ടൻസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ്, ഇങ്ങനെ ഗാന്ധിയൻ പെർസ്പെക്റ്റീവില് വളരെ ക്ലിയർ ആയിട്ട് ആക്ടിവിറ്റീസും പൊളിറ്റീഷ്യൻസും എടുത്തത് കൊണ്ടും അതുകൊണ്ടാണ് ഇത്രയും
കാര്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ഹങ്കർ സ്ട്രൈക്കാണ് പോപ്പുലർ ആയിട്ടുള്ള സപ്പോർട്ട് ടു നമുക്ക് വേണ്ടത് നമുക്ക് നേടിയെടുക്കാൻ നോൺ വയലൻസ് സത്യാഗ്രഹ 2 വെപ്പൺസ് ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഗാന്ധിജി എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതുവഴി പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാനും നമുക്ക് നന്ദി, നമസ്കാരം.